കേരളം വ്യാഴാഴ്ച ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത കേട്ടാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ. സ്യൂട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ വ്യാഴാഴ്ച രാവിലെ കണ്ടില്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. പിന്നീട് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ള ആൾ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതാവാമെന്നായിരുന്നു പോലീസിന്റെ തുടക്കം മുതലുള്ള സംശയം. കുട്ടിയുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു. പരസ്പരവിരുദ്ധമായ മൊഴിയാണ് ഇവർ നൽകിയത്. ഇത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. കള്ളൻ കപ്പലിൽ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിനിടെയാണ് കേസിൽ വൻ വഴിത്തിരിവുണ്ടായത്. കുട്ടിയെ അപായപ്പെടുത്തിയത് താനാണെന്ന് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞത്. കൊല നടത്തിയത് ഒറ്റയ്ക്കാണെന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞു. എന്നാൽ ഹരികുമാറിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞിന്റെ അമ്മയുമായി ഏറെ അടുപ്പമുള്ളയാളാണ് സഹോദരൻ ഹരികുമാർ. മറ്റാരെയെങ്കിലും സംരക്ഷിക്കാൻ ഹരികുമാർ സ്വയം കുറ്റം ഏറ്റെടുത്തതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. സംഭവം ഞാൻ അറിയുമ്പോഴേക്കും ഒരു 6 മണിയോളം സമയമായി. 6 മണിക്ക് തന്നെ ഞാൻ വഴിയിൽ നിന്ന് രാവിലെ മോർണിംഗ് ജോക്ക് നടക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ ഇവിടെ എത്തിയതാണ്. എത്തുമ്പോഴേക്കും കുട്ടിയുടെ അമ്മ ശ്രീധുവും മുത്തശ്ശി രാഗിണിയും അലമുറയിട്ട് കരയുന്നുണ്ട്. ഞാൻ അവരെ അടുത്തിരുന്നിട്ട് ഞാൻ ചോദിച്ചു, കുട്ടി ഇത് എപ്പോഴാണ് കാണാതെ പോയി, എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ ശ്രീധു എന്നോട് പറഞ്ഞത് വെളുപ്പിന് ഒരു 5 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ റെക്കോർഡെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റിൻ്റെ സമയത്തിന് ഞാനിങ്ങനെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്ത് കുട്ടി കിടക്കുന്നു. അപ്പോൾ ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ കുട്ടിയെ കരയുന്നു നോക്കുന്നു പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്ക് പിന്നെ കുട്ടിയെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ആരെങ്കിലും സംശയമുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇന്നലെ വല്ലതും വരിക ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു 2 മണിയോടുകൂടി ഒരു ആൾ വന്ന് നിൽക്കുന്നത് ഈ കുട്ടിയുടെ മൂത്ത കുട്ടി, ഏകദേശം 5 വയസ്സോളം വരുന്നൊരു കുട്ടി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മകൾ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ വന്നതാണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ കുറച്ച് ഇരുന്നിട്ട് കുട്ടി പറഞ്ഞു, അത് ഞാൻ കണ്ടില്ല, നിഴലാണ് കണ്ടത്. എപ്പോഴാണ് കണ്ടത്? അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്, അല്ല വെളുപ്പിന് 2 മണിക്കാണ് പറയുന്നത്. അപ്പോൾ തുടക്കം മുതലേ ഇങ്ങനൊരു പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളാണ്. എന്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഹരികുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. ഹരികുമാർ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ മാനസികാസ്വാസ്ഥ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോലീസിനോട് കയർക്കുകയും ചെയ്തു. ശ്രീജിത്തും ശ്രീധുവും അകൽച്ചയിലാണെന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്കാര്യവും പരിശോധിക്കും.